ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴികളാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? പുലിപ്പല്ല്, കഞ്ചാവ്, പിന്നെ അതുപോലെ തന്നെ വേടൻ്റെ വീട്ടിൽ ആയുധശേഖരം, മീറ്റു ആരോപണ കേസ്, പണ്ടെങ്ങോ ഉണ്ടായിരുന്നൊരു കേസ് കുത്തിപ്പൊക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് വരെ എത്തിയിരിക്കുകയാണ് ഈ കേസ്, അല്ലെങ്കിൽ ഈ സംഭവങ്ങളെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഏതൊരു യുവതിയെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏത് യുവതിയാണെന്ന് എന്തൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഒരു ഇരയുടെ പ്രൈവസിയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇരയ്ക്കുള്ള അതേ പ്രൈവസി, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇരയ്ക്കുള്ള അതേ പ്രൈവസിയും അതേ തുല്യതയും എല്ലാം പ്രതിയാക്കപ്പെട്ട വ്യക്തിക്കുമുണ്ട്, അല്ലെങ്കിൽ പ്രതി എന്ന് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്കുമുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉള്ളിടത്തോളം കാലം വേടനെ ഒരു പ്രതിയായിട്ട് പറയാൻ ആർക്ക് സാധിക്കത്തില്ല. ഈ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് വേടൻ പ്രതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എവിടെയാണ് വേടൻ പ്രതിയാണെന്ന് തെളിഞ്ഞിട്ടുള്ളത്? ആരാണ് വേടൻ പ്രതിയാണെന്ന് പറയേണ്ടത്? അല്ലെങ്കിൽ ആരുടെ കണ്ണിലാണ് വേടനെ പ്രതിയാക്കി ചേർക്കേണ്ടത്? അത് എല്ലാവരും ഒരേപോലെ ഒരു പിയർ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ. അതായത് വേടൻ ഒരു പ്രതിയാണെന്ന് അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. വേടൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ വേടനെതിരെയുള്ള അമർശങ്ങൾ വന്നു തുടങ്ങി. വേടൻ്റെ പരിപാടിയിൽ വേടൻ പോയപ്പോൾ കുറച്ച് തീ പാർന്ന രീതിയിലുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് വേടൻ ഉപയോഗിക്കുകയുണ്ടായി. അത്